പെരുമ്പാവൂരിലെ ഒഡീഷ സ്വദേശിയുടെ കൊലപാതകത്തിൽ പ്രതി ഒഡീഷ സ്വദേശി അഞ്ചൻ നായിക്ക് പിടിയിൽ. കടം വാങ്ങിയ തുകയെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി ആവർത്തിക്കുന്നു. ആസിഫ് മുതി ചേർന്നു വിവരങ്ങളുമായി. ആസിഫ്, ഇയാളെ എവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത്? ഒപ്പം തന്നെ ഈ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ കൊലപാതകം എന്നുള്ള കണ്ടെത്തൽ ഈ പ്രതി ശരിവെക്കുന്നുണ്ടോ, സമ്മതിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് രാവിലെ 7:30 പെരുമ്പാവൂരിൽ ആകാശ് തികലിനെ ഈ പ്രതി ഒഡീഷ സ്വദേശി തന്നെയായ പ്രതി അഞ്ജൻ നായിക്ക് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ഇയാളെ അല്പം മുമ്പാണ് പോലീസ് പിടികൂടിയത്. വട്ടക്കാട്ടുപടിയിൽ കൊലപാതകം നടന്നതിന് ശേഷം ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. കടം മേടിച്ച തുകയെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രതിയും പറയുന്നത്. അതായത് 1000 രൂപയാണ് ഇയാൾ ആകാശ് നിഗൽ അഞ്ജൻ നായിക്കിൽ നിന്ന് കടം വാങ്ങിയത്. ഇതിനെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തർക്കമുണ്ടാകുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ 29 വൈകുന്നേരം വലിയ രീതിയിൽ വഴക്കുണ്ടായി. അതിനെ തുടർന്ന് താമസസ്ഥലത്തിന്റെ ഉടമ ഈ പ്രതിയെയും ഭാര്യയെയും അവിടെ നിന്ന് കാക്കനാട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിൽ ഇയാൾ വലിയ രീതിയിലുള്ള രോഷാകുലനായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ ഇയാൾ വട്ടക്കാട്ടുപടിയിലെ താമസ സ്ഥലത്തെത്തി കയ്യിൽ കരുതിയിരുന്ന കത്തിക്കൊണ്ട് ഈ കുത്തി വീഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനുശേഷം ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ഒഡീഷയിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇയാൾ നടത്തുന്നതിനിടയിലാണ് പോലീസ് അല്പം മുമ്പ് ഇയാളെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഏതായാലും ഈ പണം വാങ്ങുകയും അത് തിരിച്ചു ചോദിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതി സമ്മതിച്ചിട്ടുള്ളത്. ശരി ആസിഫ്, അങ്ങനെ വാക്കുതർക്കത്തെ തുടർന്ന് ഒഡീഷ സ്വദേശിയെ കൊന്ന സംഭവത്തിൽ ഒഡീഷ സ്വദേശിയായ അഞ്ചൻ നായിക്കിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇയാൾ ഒഡീഷയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.